കുറച്ച് നാളായി CPM-ഉം CPI-യും തമ്മിലുള്ളൊരു തർക്കം തുടങ്ങിയിട്ട് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് 2-3 തവണയായി പരസ്പര നേതാക്കൾ തമ്മിൽ വാക്പോരും നടന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദനും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അത് CPM തന്നെ കൈകാര്യം ചെയ്തിരുന്നതാണ് ആ പദവി എന്ന് മുമ്പേ പറഞ്ഞിരുന്നു. ബിനോയ് വിശ്വം അതിൽ നിലപാട് ഘടിപ്പിക്കുകയും ആ ഉപനേതാവ് പദവി തങ്ങൾക്ക് തന്നെ വേണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു. ഉപനേതാവ് പദവി സ്ഥാനത്തേക്ക് K. രാജൻ വന്നേക്കുമെന്നുള്ള അടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു. ഇപ്പോൾ ഇതാ LDF കൺവീനർ തന്നെ CPI അറിയിച്ചിട്ടുണ്ട് ആ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ല എന്ന്. ഇതേ തുടർന്ന് നിയമസഭയിലടക്കം CPM-ൻ്റെ കൂടെ ഇരിക്കുന്നതിൽ നിന്നടക്കം വിട്ടുനിൽക്കുകയും CPM എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി CPIക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ഒരുമിച്ചുള്ള സമരങ്ങളടക്കം ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ബിനോയ് വിശ്വം കടുപ്പിച്ച് തന്നെയാണ് നിലപാട് പറയുന്നത്. മുമ്പ് അത്തരം വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഒരു പാർട്ടി തന്നെ എല്ലാം കൈയടക്കി വെക്കുന്ന ശീലം ശരിയല്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. LDF യോഗത്തിൽ ഞങ്ങൾ വന്നിരിക്കാം, പക്ഷേ അവിടെ ഇത് സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളത് മാധ്യമങ്ങൾക്ക് മുൻപാകെ അറിയിക്കുമെന്ന് കൂടിയിട്ട് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അവിടെയാണ് ഈ പുന്നപ്രവല്ലാർ രക്തസാക്ഷി സ്മാരകം നിലകൊള്ളുന്നത്. അവിടെ വ്യക്തികൾക്കായിട്ട് പ്രത്യേക സ്മാരകം നിർമ്മിക്കില്ല എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു CPI-യും CPM-ഉം തമ്മിൽ. ഈ ഇരു പാർട്ടികളും തമ്മിലാണ് ആ സ്മാരകത്തിലെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. അവിടെ VS അച്യുതാനന്ദനായിട്ട് CPM ഒരു സ്മാരകം നിർമ്മിക്കുന്നു. അതേസമയത്ത് തന്നെ CPI TV തോമസ് അന്തരിച്ചിട്ട് എത്രയോ വർഷങ്ങളായെന്ന് നമുക്കറിയാം. VS-ന് വേണ്ടിയിട്ട് സ്മാരകം നിർമ്മിക്കുന്ന വേളയിൽ CPI കൂടിയിട്ട് TV തോമസിന് സ്മാരകം നിർമ്മിക്കുമെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഇരു പാർട്ടികളും തമ്മിൽ ആ വിഷയത്തിൽ കൂടിയിട്ട് ചെറിയ കലഹമുണ്ടാകുന്നു. അതിപ്പോൾ രമ്യമായ രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി ഇതൊരു വെല്ലുവിളിയായി ഈ ഇരു പാർട്ടികൾക്കിടയിൽ തുടരുകയാണ്. ഇതിലേക്കാണ് അജിംസ്, CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ച് അല്ലാതെ തന്നെ പാർട്ടിക്കാർക്കുള്ള ഒരു ആക്ഷേപമുണ്ട്. പുള്ളിയെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ CPM-ൽ നിന്നൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള. പുള്ളി പരമാവധി ശ്രമിക്കുന്നുണ്ട്, ബിനോയ് വിശ്വം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോൾ തന്നെ CPM അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല, തരില്ല എന്ന രീതിയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ CPIക്ക് ക്ഷീണമല്ലേ? CPIയെ സംബന്ധിച്ച് CPIക്ക് 8 MLA-മാരുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷ ബെഞ്ചിലെ 8 MLA-മാരുടെ സംഖ്യ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. 8 MLA-മാരുണ്ടാവുക ആകെ എത്ര 35 പേരാണ്. 35 പേരിൽ 8 MLA-മാർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഖ്യയല്ല. അപ്പോൾ ഞങ്ങളൊരു കുറഞ്ഞ പാർട്ടിയല്ല എന്ന് അവർക്ക് LDF-ൽ തെളിയിക്കേണ്ടതുണ്ട്. ബിനോയ് വിശ്വത്തിനും തെളിയിക്കേണ്ടതുണ്ട്. ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തെ എത്രയോ കാലമായിട്ട് മലയാളികൾ കാണുന്നതാണ്. വളരെ സൗമ്യനായ, അങ്ങനെ മൃദുഭാഷിയായ ഒരു നേതാവാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർമാർ സാധാരണ സംസാരിക്കുന്ന ഉറച്ച ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെ അല്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിച്ച ചില കാര്യങ്ങളാണ്, പ്രതീക്ഷയിൽ ആശങ്കിച്ച ചില കാര്യങ്ങൾ. CPI വളരെ സോഫ്റ്റായി പോവും, അസർട്ടീവ് ആവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്വയം പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിരന്തരം ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അതാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ ബിനോയ് വിശ്വം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാണെന്ന്. രണ്ടാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത് VD സതീശനെതിരായ പ്രതിപക്ഷം അതിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ ലെഗസി ചുവന്നുകൊണ്ടാണ് LDF പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. VD സതീശൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും അതാണ്. അതായത് ഒരു മുഖ്യമന്ത്രി അബ്സല്യൂട്ട് മെജോറിറ്റിയുടെ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷം ആ സർക്കാരിനെതിരെ നിലനിൽക്കുമ്പോൾ ആ പ്രതിപക്ഷത്തെ പിന്നോട്ട് വലിക്കുന്ന കാര്യം ഈ കഴിഞ്ഞ 10 വർഷമാണ് എന്ന് വരുന്നു. അത് ആ കഴിഞ്ഞ 10 വർഷം ആ സർക്കാരിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഉയർത്തപ്പെടുന്ന എല്ലാ ആരോപണങ്ങൾക്കും VD സതീശന് ഈ 10 വർഷത്തെ ഉദാഹരണങ്ങളിൽ നിന്ന് മറുപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ LDF-ന് അതിന് മുൻകാലങ്ങളിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ കാരണം UDF LDF തമ്മിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യത്തിൽ നയങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള വ്യത്യാസം UDF LDF തമ്മിലുണ്ടായിരുന്നു. അതിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ധന നയങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളിലാണെങ്കിലും എല്ലാറ്റിലും UDF LDF തമ്മിൽ രാഷ്ട്രീയമായൊരു വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എല്ലാം ഈ വ്യത്യാസം സ്റ്റാർക്കാണ്. കാരണം LDF-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ CPM-നും CPI-യെയും സംബന്ധിച്ച് UDF-നെയോ കോൺഗ്രസിനെയോ മുസ്ലിം ലീഗിനെയോ എതിർക്കാൻ അവർക്ക് രാഷ്ട്രീയമായ അടിത്തറയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷം LDF-ലുണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം, ഇപ്പോൾ ഉദാഹരണത്തിന് വികസനം എന്നൊരു വാക്ക് തന്നെ എടുക്കുക, ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ LDF-നും UDF-നും കാര്യമായ വ്യത്യാസങ്ങളില്ല. ആ വ്യത്യാസങ്ങളില്ലാത്തത് മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ സർവകലാശാലകൾ എന്നൊരു വിഷയം തന്നെ എടുക്കുക. അത് LDF-നും സ്വീകാര്യമാണ്, UDF-നും സ്വീകാര്യമാണ്. സ്വകാര്യ നിക്ഷേപം എന്നൊരു വിഷയം എടുക്കുക. സ്വകാര്യ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ LDF-നും UDF-നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ LDF-ഉം UDF-ഉം തമ്മിൽ
മുൻപ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ 1956 മുതൽ ഏതാണ്ട് 2015 വരെ വലിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ പോളിസിയിൽ നിന്ന് അന്നുണ്ടായിരുന്ന നയങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു നയമാണ് 2016 മുതൽ പിണറായി വിജയൻ്റെ സർക്കാരിനുള്ളത്. അപ്പോൾ അത് CPM-ൻ്റെ പാർട്ടിക്കകത്ത് അംഗീകരിച്ചാണെന്ന് വെച്ചാൽ പാർട്ടി ക്രമപ്രവൃത്തമായി അല്ലെങ്കിൽ ക്രമാനുഗതമായി പാർട്ടിയുടെ നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം 10 വർഷം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചു. പിന്നീട് ഇപ്പോൾ VD സതീശൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ട് ഒരു കാര്യത്തെ രാഷ്ട്രീയമായി എങ്ങനെയാണ് എതിർക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രാഷ്ട്രീയമായി എതിർക്കാൻ കഴിയുന്നില്ല. അത് പിണറായി വിജയൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദീർഘനേരത്തെ വാർത്താസമ്മേളനം കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ GP നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കഴിഞ്ഞ സർക്കാർ ഇതാണ് ചെയ്തത്, കഴിഞ്ഞ സർക്കാർ GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു എന്ന് VD സതീശനൊരു ആരോപണം ഉന്നയിക്കുന്നു. തൊട്ടുടനെ പഴയ നിയമവകുപ്പ് മന്ത്രി AP രാജീവ് വാർത്താസമ്മേളനം വയ്ക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് എന്തുകൊണ്ടാണ്? കോടതികളുടെയും ജഡ്ജിമാരുടെ എണ്ണം കൂടിയതുകൊണ്ടാണ്. അവിടെ നിന്നുള്ള AGയുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ വച്ചത്. അതല്ലാതെ ഞങ്ങൾ ചട്ടവിരുദ്ധമായിട്ടല്ല. മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിക്കരുത്, മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കണം എന്നാണ് പറയുന്നത്. അതായത് GP-മാരുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തിൽ LDF-നോ UDF-നോ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്ത് ചട്ടവിരുദ്ധമാണെന്ന് നിങ്ങൾ പറയല്ലേ എന്ന് പറയാൻ വേണ്ടി മുൻ നിയമമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വരികയാണ്. ഒരു കാര്യത്തിലും സർക്കാരിനെതിരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആരോപണം കൊണ്ടുവരാനോ രാഷ്ട്രീയമായി എതിർക്കാനോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ രാഷ്ട്രീയമായ വ്യത്യാസമില്ലാതായി മാറുന്നു ഇരു മുന്നണികളും തമ്മിൽ എന്നാണ്. ഇപ്പോൾ രാഷ്ട്രീയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇടതു മുന്നണി വലതു മുന്നണി എന്നാണ് പലരും അങ്ങോട്ടും പരസ്പരം വിശേഷിപ്പിച്ചിരുന്നത്. UDF സ്വയം തന്നെ പറയുന്നത് ഞങ്ങൾ വലതു മുന്നണിയാണെന്നാണ്. ഇപ്പോൾ അവർ പോലും സ്റ്റാൻഡ് പറ്റി ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞങ്ങൾ ഇടതു മുന്നണിയാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണ് എന്ന് UDF പറയുന്നു, കോൺഗ്രസ് പറയുന്നു. ലെഫ്റ്റ് പാർട്ടീസ് കൂടുതൽ ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെയാണ്. അവിടെ മാത്രമല്ല, VD സതീശൻ നിരന്തരം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ഞങ്ങളുടെ പോളിസി തന്നെയാണ്, ഞങ്ങളുടെ നയമാണ് യഥാർത്ഥത്തിൽ ഇടതു നയം എന്ന് UDF അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തു പറയും? പ്രതിപക്ഷം പിന്നെ എന്ത് പറയും? എവിടെ രാഷ്ട്രീയം പറയും? ഇതൊരു വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് CPI ഞങ്ങൾക്ക് ഈ ഉപനേതൃസ്ഥാനം വേണമെന്ന് പറയുന്നത്. ആ പറയാനുള്ള കാരണം CPM അല്ല UDF-നെ ചോദ്യം ചെയ്യാൻ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്. ഞങ്ങൾ കൂടി നിൽക്കാം, ഞങ്ങൾ കൂടി സംസാരിക്കാം, ഞങ്ങളുടേത് കുറേ കൂടി എന്താണ് ലെഫ്റ്റിസ്റ്റായ നിലപാടാണ്, ഞങ്ങൾക്ക് കുറേ കൂടി UDF-നെ അറ്റാക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ നിലപാട് ഇതാണ് അവർ അസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു തർക്കമാണ് യഥാർത്ഥത്തിലുള്ള തർക്കം. ഈ തർക്കം ഇതൊരു പ്രതിസന്ധിയാണ്. ഇത് കേവലമായ CPM-CPI തമ്മിലുള്ള തർക്കത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. ഒരു സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുകയാണ്, 102 സീറ്റുമായി ഭരിക്കുകയാണ്. അവിടെ ഒരു പ്രതിപക്ഷം ദുർബലമാവുക എന്ന് പറഞ്ഞാൽ ആ സർക്കാർ സ്വേച്ഛാധിപത്യപരമായ പ്രവണതകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മുമ്പ് ഈ പിണറായി വിജയൻ്റെ 2ാം ടൈമിൽ കുറേ സാംസ്കാരിക പ്രവർത്തകർ തുടർഭരണം സ്വേച്ഛാധിപത്യപരമാവെന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുന്നത് തുടർഭരണത്തിലല്ല, പ്രതിപക്ഷം ദുർബലമാകുമ്പോഴാണ്. അതായത് ഒരു ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെക്ക് ആൻഡ് ബാലൻസ് ആണ്. ആ സർക്കാരിനെ തിരുത്തുക, ആ സർക്കാരിനെ ചോദ്യം ചെയ്യുക, രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുക. രാഷ്ട്രീയമായി ചോദ്യം ചെയ്തിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളും ചെയ്തില്ലെന്ന് പറയും. ചോദ്യം രാഷ്ട്രീയ പൊളിറ്റിക്കൽ അല്ലാതെ വരുമ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് തന്നെയല്ലേ. ഇത് തന്നെയാണ് VD സതീശൻ കഴിഞ്ഞ 2 മാസമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. VD സതീശനെതിരെ അല്ലെങ്കിൽ UDF സർക്കാരിനെതിരെ ഉയരുന്ന എല്ലാ ചോദ്യങ്ങളെയും VD സതീശൻ കൗണ്ടർ ചെയ്യുന്നവിടെയാണ്. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം എന്താണ് ചെയ്തതെന്നോ വളരെ ചെറിയൊരു ചോദ്യത്തിൽ അസ്തപ്രജ്ഞരായി പോവുകയോ നിശബ്ദരായി പോവുകയോ ചെയ്യുകയാണ് പ്രതിപക്ഷം. ഈ ഒരു പ്രശ്നം LDF അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. അത് CPIക്ക് ഉപനേതൃ പദവി കൊടുത്തിട്ടാണോ അല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി എങ്ങനെ UDF-നെ നേരിടാം എന്നുള്ളൊരു സ്ട്രാറ്റജി LDF കൂട്ടായി CPM ചേർന്ന് കൂട്ടായി തീരുമാനിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ അത് ചിലപ്പോൾ CPI അക്കോമഡേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ CPI കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോഴത്തെ നിലപാട് ഈ ഞങ്ങൾ പരസ്പരം ഇനി മിണ്ടില്ല, ഒരുമിച്ചിരിക്കില്ല, വെവ്വേറെ സ്മാരകങ്ങളുമാണ്, TV തോമസിനും VS-നും വേറെ സ്മാരകങ്ങളും, ഇങ്ങനെയുള്ള തർക്കങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഒരു തരത്തിലും ഗുണകരമല്ല. മൊത്തത്തിൽ കേരളത്തിൽ ജനാധിപത്യത്തിന് ഗുണകരമല്ല. കാരണം ഒരു സർക്കാരിനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ലാതെ ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അത് മുമ്പ് പറഞ്ഞ പോലെ ആ സർക്കാർ സ്വേച്ഛാധിപത്യ പ്രവണതകളിലേക്ക് പോകാനാണ് വഴിവെക്കുക. നിഷാദ്, ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് സർക്കാരിനെതിരായ സമരങ്ങളെ ഏകോപിപ്പിക്കണം, അതിനൊരു ഒരുമ വേണം. അതോടൊപ്പം തന്നെ
സ്വന്തം പാർട്ടി അല്ലെ സംഘടനാ സംവിധാനത്തിനെ എണ്ണയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ പ്രവർത്തനനിരതമാക്കണം. ഇതിപ്പോൾ സർക്കാരിനെതിരെയുള്ള സമരങ്ങളിൽ ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ CPM അതിൻ്റെ തൊട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നേ ഇല്ല. പിണറായി വിജയൻ പറയുന്നു, ഗോവിന്ദ മാസ്റ്റർ പറയുന്നു, അതിനുശേഷം ഇപ്പോൾ LDF കൺവീനറും പറയുന്നു ഞങ്ങളത് തരില്ല എന്ന് തന്നെ. ഇനി അതിൻ്റെ അകത്ത് CPM ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന് തോന്നുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഇത് അടിമുടി ഈ രണ്ട് പാർട്ടിയെയും അതിൻ്റെ താഴെത്തട്ടിനെയും കൂടിയിട്ടല്ലേ നിർജ്ജീവമാക്കുക, സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ലെങ്കിൽ? അല്ല, CPM എന്തുമാത്രം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ളതേ, അതായത് ഇടതുപക്ഷത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി CPM എന്തുമാത്രം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എന്നുള്ളത് പ്രത്യേകമായി പരിശോധിക്കണം. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പുതിയ ഒരു ഊർജ്ജത്തിന് വേണ്ടി അതിന് പുതിയ നേതൃത്വം വേണം എന്നുള്ള മുറവിളികളെ ആ പാർട്ടി കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന ആവശ്യത്തെ ആ പാർട്ടി കേട്ടിട്ടുണ്ടോ? ആ പാർട്ടിക്കെതിരായിട്ട് ഉയർന്നു നിൽക്കുന്ന എല്ലാ തെറ്റുകളും തെറ്റാണെന്ന് സമ്മതിക്കാൻ പിണങ്ങിപ്പോയവരോട് ഞങ്ങൾക്ക് പിഴച്ചുപോയി എന്ന് പറയാൻ ആ പാർട്ടി തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ഇടതുപക്ഷം നിലനിൽക്കുക എന്ന പൊതു ആവശ്യത്തോട് എന്തുമാത്രം ക്രിയേറ്റീവായും പ്രൊഡക്റ്റീവായിട്ട് CPM പ്രതികരിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് വേണം CPIയുടെ ആവശ്യത്തോട് പ്രൊഡക്റ്റീവായിട്ട് പ്രതികരിക്കുമെന്ന് ആലോചിക്കാൻ. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉരുകുക എന്ന് പറയില്ലേ, എന്ന് വെച്ചാൽ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം, സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനൊപ്പം, ഇടതുപക്ഷ കേരളത്തിൻ്റെ താല്പര്യത്തിനൊപ്പം ഉരുകി ലയിക്കുക എന്നതിലേക്ക് ആ പാർട്ടി ഇപ്പോഴും എത്തിയിട്ടില്ല. അധികാരത്തിൻ്റെ ആ സംഗതി ഇപ്പോഴും അത് നിൽക്കുകയാണ്. ആ പ്രശ്നം അതിനുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ CPIയോട് അത് താതാത്മ്യം പ്രാപിക്കുമെന്ന് ചോദിച്ചാൽ പാടായിരിക്കും. താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതല്ല, സമവായത്തിലെത്തുക എന്നുള്ളത്. CPI എന്തിനാണ് ഇപ്പോൾ ഇത്രയും പുഷ് ചെയ്യുന്നതിന് വേണ്ടി ചോദിച്ചാൽ, ഈ 35 സീറ്റിലേക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ പരാജയം, കാരണം അവരുടെ ഭരണം എന്ന് വെച്ചാൽ ഒരു മോശം ഭരണമായിരുന്നില്ല എന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ ഭരണം നിലനിർത്താൻ വേണ്ടി അവരെടുത്തിട്ടുള്ള ചില സ്ട്രാറ്റജീസ് അമ്പാടെ പാളിപ്പോയതിന് ശരിക്കും സംഭവിച്ച പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ, ചില കാര്യങ്ങൾ എടുത്തിട്ടുള്ള ചില കോംപ്രമൈസുകളും. എന്നാൽ ഭരണം, ഈ വികസനം, ജനക്ഷേമം പോലുള്ള കാര്യങ്ങൾ കുറച്ച് പണിയെടുത്തിട്ടുള്ള സർക്കാർ തന്നെയാണ്. എന്നിട്ടും ഉണ്ടായിട്ടുള്ള ഈ മഹാപരാജയം എല്ലാ സഖാക്കളെയും ഞെട്ടിച്ചിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തെയും CPIക്കാരെയും ഞെട്ടിച്ചിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ തോറ്റു? ആ തോറ്റതിൻ്റെ കാരണം അവർ അന്വേഷിച്ച് പോകുമ്പോൾ അതിന് പല കാരണങ്ങൾ അവർ കണ്ടെത്തുന്നു. പല സാമൂഹിക വിഭാഗങ്ങൾ LDFിൽ നിന്ന് അകന്നു പോവുകയും LDFിനെ വിശ്വസിക്കാതാവുകയും ചെയ്തു. അതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് പ്രത്യേക സമുദായങ്ങൾ, സാമൂഹിക വിഭാഗങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയത്? അതിൻ്റെ കാരണം എന്താണ്? അത് നാം സ്വീകരിച്ചിട്ടുള്ള ചില നയനിലപാടുകളുടെയും ചില സ്ട്രാറ്റജീസിൻ്റെയും ഭാഗമായിട്ട് സംഭവിച്ചാണ്. ആരാണ് ആ സ്ട്രാറ്റജി തീരുമാനിച്ചത്? ആരാണ് നടപ്പിലാക്കിയത്? നമ്മളല്ല, CPM ആണ്. CPM ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളുടെ എല്ലാം പിന്നിൽ നിന്ന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. ആ പരാജയം CPMൻ്റെ തീരുമാനങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ്. വിവിധ മതസാമുദായിക വിഭാഗങ്ങൾക്കുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ എങ്ങനെ LDFിനുണ്ടായി? അത് ഉണ്ടാക്കി വെച്ച CPM ആണ്. ഈ അജിത് കുമാറിനെ സംരക്ഷിക്കല്ലേ എന്ന് നമ്മൾ പറഞ്ഞതല്ലേ? നമ്മൾ ഇയാളെ മാറ്റണമെന്ന് പറഞ്ഞതല്ലേ? നമ്മൾ ഇയാളെ അപ്രധാന പദവിയിലേക്കെങ്കിലും മാറ്റി ഒതുക്കണമെന്ന് പറഞ്ഞതല്ലേ? ഈ പിണറായി വിജയൻ കേട്ടോ? ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതല്ലേ നമുക്കെതിരെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം? അവിടെയല്ലേ നമ്മൾ തോറ്റത്? ഈ PM ശ്രീയിൽ പോയി ഒപ്പിടല്ലേ എന്ന് നമ്മൾ പറഞ്ഞതല്ലേ? ഈ പിണറായി വിജയൻ കേട്ടോ? നമ്മളോട് പോലും പറയാതെ പോയി പിണറായി വിജയൻ ഒപ്പിട്ടില്ലേ? ഈ PM ശ്രീയിൽ ഒപ്പിട്ടതല്ലേ നമുക്കെതിരായിട്ടുള്ള നമ്മുടെ മുദ്രാവാക്യങ്ങളുടെ മൊത്തം അന്തസ്സത്തെ ചോർത്തിക്കളഞ്ഞ പ്രശ്നം നമ്മൾ പറഞ്ഞതല്ലേ? ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് നമ്മൾ പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകൾ എന്ത് സംഭവിക്കുന്നു? CPM ഒറ്റയ്ക്കെടുക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള പ്രശ്നം കവിഞ്ഞു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? നമ്മുടെ കമ്മിറ്റിയിലെ വിമർശനം വരുന്നതല്ലേ? കേട്ടോ? ഇവർ ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിയാൽ അങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ വ്യക്തി താല്പര്യമായിരുന്നു, CPMൻ്റെ താല്പര്യമായിരുന്നു. നമ്മൾ പറഞ്ഞത് കേട്ടില്ല. PM ശ്രീയിൽ ഒപ്പിട്ടത് നമ്മളെ പറ്റിക്കലായിരുന്നു. നമ്മളോട് ഡിസ്കസ് ചെയ്യുക പോലും ചെയ്തില്ല, ക്യാബിനറ്റിനെ അറിയിക്കുക പോലും ചെയ്തതാണ്. അപ്പോൾ അവരങ്ങനെ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് സംഭവിച്ചെന്നാണ്. നമുക്ക് എല്ലാവർക്കും കിട്ടിയ തോൽവിയാണ് അതിൻ്റെ റിസൾട്ട്. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കെടുക്കേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങൾ വിനാശമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട. ഇനി പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം? വിവിധ സാമൂഹിക വിഷയങ്ങളോട്, രാഷ്ട്രീയ വിഷയങ്ങളുള്ള നിലപാട് എന്തായിരിക്കണം? നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം, പരസ്പരം കൺസൾട്ട് ചെയ്യാം. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ഒരൊറ്റ അധികാരി മാത്രം വേണ്ട. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒറ്റ അധികാരി നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ വേണ്ട. പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരാളുണ്ടാവട്ടെ, അയാളും നയം പറയട്ടെ, അയാൾ നിയമസഭയിൽ സംസാരിക്കട്ടെ, അയാളുടെ വാക്കിനും വാലിഡേഷൻ ഉണ്ടാവട്ടെ, അയാളുടെ വാക്കിനും ഒരു ഒരു ആധികാരികത ഉണ്ടാവട്ടെ. അതാണ് CPIയുടെ പൊസിഷൻ. അതാണ് CPIക്കാരായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആകമാനം സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെ മൂഡ്. അതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട. ഒറ്റയ്ക്ക് തീരുമാനിച്ചതിൻ്റെ അബദ്ധമാണ് കണ്ടത്. ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള അവരുടെ പൊതുവികാരമാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CPIഎമ്മിന് അതിനകത്തൊരു ഈഗോ ഉണ്ട്. നമ്മൾ തോറ്റുപോയ സമയത്ത്, നമ്മൾ വീക്കായിരിക്കുന്ന സമയത്ത് വന്നിട്ട് നമ്മോട് ഉപനേതാവ് പദവി വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെ സമ്മർദ്ദത്തിലാക്കി വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് തരാൻ പറ്റത്തില്ല എന്നാണ്. എന്ന് മാത്രമല്ല, നോക്കൂ, പിണറായി വിജയൻ, അദ്ദേഹം അത് പ്രായാധിക്യമുള്ള ആളാണ്. അദ്ദേഹത്തെ നിയമസഭയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ലെഫ്റ്റ് നേരിടുന്നു. ഒന്ന്,
CPIM-നകത്ത് തന്നെ നേതൃത്വത്തോടുള്ള വിശ്വാസ പ്രശ്നമുണ്ട്. എത്ര നിരാകരിച്ചാലും ഈ നേതൃത്വം അല്ല ഇപ്പോൾ വേണ്ടത്. ഈ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനവിധിയിൽ തോറ്റുപോയ നേതൃത്വമാണ്. ആ നേതൃത്വം മാറി നിന്നിട്ട് കൂടുതൽ ആളുകളെ സ്വീകരിക്കാൻ കഴിയുന്ന, വിശ്വാസം ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ നേതൃത്വം വരണമെന്ന ആവശ്യം പാർട്ടിയിലും പാർട്ടി സപ്പോർട്ടേഴ്സിനും ഇടയ്ക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം മുന്നണിയിലുള്ള കെട്ടുറപ്പില്ലായ്മ. രണ്ട്. മൂന്നാമത്തെ പ്രശ്നം നിയമസഭയിലെ പെർഫോമൻസിൽ ഈ പ്രതിപക്ഷം പരാജയമാണ്. എന്തിനാണ് അവർ വീക്കാന്നൊക്കെ പറയുന്നത്? ദുർബലമാണെന്ന്. പരാജയമാണ്. ആ ഒരു നിലയ്ക്കും സർക്കാരിനെ ഡിഫൻസിലാക്കുന്ന ഒരു യുദ്ധമുറ അവിടെ ആവിഷ്കരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതിൽ തന്നെ തോറ്റുപോയ പല ആളുകളെയും പുറത്തും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മുൻ നിയമമന്ത്രി, മുൻ എക്സൈസ് മന്ത്രി, ഇവരൊക്കെ എവിടെ? ഈ പറയുന്ന ആളുകൾ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആളുകൾ, ഇവരെ നമ്മൾ കാണുന്നേ ഇല്ല. കോൺഗ്രസ് അങ്ങനെയായിരുന്നു. കോൺഗ്രസ് 10-70 വർഷക്കാലം അടുപ്പിച്ച് ഭരണത്തിലുണ്ടായിരുന്നു. ചെറിയ ഇടവേള മാറ്റി നിർത്തിയാൽ ഭരണം മാത്രം കിട്ടിയ ശീലമുള്ളൂ. തോറ്റുപോയി കഴിഞ്ഞപ്പോൾ എന്താണ് അടുത്ത കൗണ്ടർ സ്ട്രാറ്റജി, അടുത്ത പണി എന്താ എടുക്കേണ്ടതെന്ന് ആ പാർട്ടിക്ക് ഇപ്പോഴും അറിയില്ല. രാഹുൽ ഗാന്ധി മാത്രം എന്തോ പറയുന്നത് ഇപ്പോഴും അറിയില്ല. നമ്മൾ എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരിക, അതിനെടുക്കേണ്ട പണി എന്താണ്? മറ്റേതെന്ന് വെച്ചാൽ ഈ മരുമക്കത്തായ പോലെ കിട്ടിയ പരിപാടിയായിരുന്നല്ലോ, അത് പോയി തിരിച്ചു വരുന്ന പരിപാടി അറിയത്തില്ല. ഇത് 10 വർഷമായിട്ട് അധികാരത്തിൻ്റെ ഒരു രൂപത്തിൽ മാത്രം ജീവിക്കുകയും അതിൻ്റെ തുടർച്ച നമ്മൾ എങ്ങനെയും ഉറപ്പാക്കുക എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇരിക്കുമ്പോഴാണ് എടുത്തറിയപ്പെട്ടത്. ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പ്ലാനില്ല. ഇനി വല്ലതും ചെയ്യണോ, അതോ ചെയ്യാതിരിക്കണോ, അതോ വീട്ടിനകത്തിരിക്കണോ, ആ പ്ലാൻ പോലും ഇല്ലാതാണ്. മൊത്തത്തിലുള്ള അവ്യക്തതയാണ് പുറത്തും അകത്തും എല്ലാം കാണുന്നത്. സോ മൾട്ടി ലെയർ പ്രതിസന്ധി ഇന്ന് ലെഫ്റ്റ് നേരിടുന്നുണ്ട്. ആ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം, ആ പ്രശ്നം അവിടെ ഉള്ളപ്പോഴും CPM-ൻ്റെ നേതൃത്വം അവരുടെ ദുശാഢ്യവുമായി നിൽക്കുകയാണ്. അവരിനി എന്തുമാത്രം ആഴമുള്ള തിരുത്തിലേക്ക് പോകുന്നുള്ള കണ്ടു തന്നെ അറിയണം. എനിക്കത്ര സംഗതി ഒന്നും തോന്നുന്നില്ല. ഇതിപ്പം MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തിരുത്ത് പ്രഖ്യാപിക്കും, പിൻവാങ്ങൽ പ്രഖ്യാപിക്കും, പിണറായി വിജയൻ ഞാൻ എന്നാൽ മാറി നിൽക്കാമെന്ന് പ്രഖ്യാപിക്കും, പുതിയ നേതൃത്വത്തെ കൊണ്ടുവരും, പുതിയ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും, പുതിയ കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് അടുക്കാൻ കഴിയുന്ന സമീപനം എടുക്കും. എനിക്ക് ഐ എം നോട്ട് ഷുവർ. സോ അങ്ങനെയുള്ളൊരു പാർട്ടി CPI എന്ന് ചോദിക്കുന്ന ഉപനേതാവ് പദവി കൊടുക്കാനിരിക്കണം. അവരവരുടെ വാശിയിൽ തന്നെയുള്ളത്. ആ വാശിയിൽ നിന്ന് ആ പാർട്ടി ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയെന്നും ജനങ്ങൾ ഞങ്ങളെ ഇറക്കിയെന്നും ഞങ്ങൾക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ചെറിയ മൂഡിലേക്ക് വരണം. അതിനി സമയമെടുക്കും. ആ സമയമെടുക്കും മാത്രമേ ഈ മഞ്ഞുരുളെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ CPI ഉന്നയിക്കുന്ന പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് ഞാൻ തോന്നുന്നത്. അതിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൻ്റെ പൊതുവായ കോസ് എന്ന വിഷയം ആ പാർട്ടി, ആ മുന്നണി സംസാരിച്ച് തുടങ്ങുന്നു, അവർക്കത് ഫീൽ ചെയ്ത് തുടങ്ങുന്നതാണ് അർത്ഥം. ഇല്ലെങ്കിൽ അവരിപ്പോഴും അവരുടെ രണ്ടുപേരുടെയും ശാഠ്യങ്ങളകത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. യെസ്, ഇപ്പോൾ VD സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നാട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും ഈ പ്രശ്നം പരിഹരിച്ച് സർക്കാരിൻ്റെ വീഴ്ചകൾക്കെതിരെ രംഗത്ത് വരേണ്ട ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. ഇനിയെങ്കിലും അതിന് സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്.